തനിക്ക് വന്നിരുന്ന കത്തുകളിൽ പലതും വായിച്ചിരുന്നത് ശ്രീനിവാസൻ ആയിരുന്നുവെന്നും അതിൽ ഒരു കത്ത് പിന്നീട് ശ്രീനിവാസൻ മുത്താരംകുന്ന് പി.ഒ. എന്ന സിനിമയിൽ ഉപയോഗിച്ചുവെന്നും മമ്മൂട്ടി. രേഖാചിത്രം സിനിമയുടെ വിജയാഘോഷ പരിപാടിയിൽ സംസാരിക്കവെയാണ് മമ്മൂട്ടിയുടെ പ്രതികരണം. രേഖാചിത്രത്തിൽ ചെറുതായിട്ടാണെങ്കിലും ഞാനും ഭാഗമായിട്ടുണ്ടെന്നും കൂടുതൽ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ അത് സ്പോയിലർ ആകുമെന്നും മമ്മൂട്ടി പറഞ്ഞു. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെയായിരുന്നു പണ്ടും. കത്തുകളുടെ രൂപത്തിലായിരുന്നു അന്ന് ഫാൻമെയിലുകൾ വന്നിരുന്നത്. ഷൂട്ടിന്റെ കാര്യത്തിന് എപ്പോഴും പോകുന്നതിനാൽ മദ്രാസിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിന്റെ അഡ്രസ്സായിരുന്നു നാന പോലുള്ള വാരികകളിൽ കൊടുത്തിരുന്നത്. ആ അഡ്രസ്സിലേക്കായിരുന്നു മിക്ക കത്തുകളും വന്നിരുന്നത്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ ചാക്കുകണക്കിന് കത്തുകൾ ഉണ്ടാകും. സമയം കിട്ടുന്നതിനനുസരിച്ച് ചിലത് വായിക്കും. ആ സമയത്ത് എന്റെ റൂമിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ശ്രീനിവാസൻ. എനിക്ക് പകരം അയാളായിരുന്നു പല കത്തുകളും പൊട്ടിച്ചു വായിച്ചിരുന്നത്. അങ്ങനെയാണ് പ്രിയപ്പെട്ട മമ്മൂട്ടിച്ചേട്ടൻ എന്നെഴുതിയ കത്ത് ശ്രീനിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് പിന്നീട് അയാൾ മുത്താരംകുന്ന് പി.ഒ. എന്ന സിനിമയിൽ ഉപയോഗിച്ചു. അത് പിന്നീട് രേഖാചിത്രത്തിനും കാരണമായി. രേഖാചിത്രത്തിൽ ചെറുതായിട്ടാണെങ്കിലും ഞാനും ഭാഗമായിട്ടുണ്ട്. അതിൽ സന്തോഷം മാത്രം. ഇതിൽ കൂടുതൽ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ സ്പോയിലർ ആകും, മമ്മൂട്ടി പറഞ്ഞു. അതേസമയം മിസ്റ്ററി ത്രില്ലർ ജോണറിൽ കഥ പറയുന്ന ചിത്രമാണ് രേഖാചിത്രം. ആസിഫ് അലിയുടെയും അനശ്വര രാജന്റെയും മികച്ച പ്രകടനങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ്. അതിനൊപ്പം ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ജോണർ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. കിഷ്കിന്ധ കാണ്ഡത്തിനു ശേഷം ആസിഫ് അലിയുടെ മറ്റൊരു വിജയമാണ് രേഖാചിത്രമെന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്.